നമുക്ക് വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുന്ന കുട്ടികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചാലോ? വളരെ ഈസി ആയിട്ട് നമുക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഗ്രിൽഡ് ചിക്കൻ കുട്ടികളുടെ ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് ഐറ്റം ആയിരിക്കും ഇത്, ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ മുമ്പൊരു ഗ്രിൽഡ് ചിക്കൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലും കൂടി അതിൻ്റെ മസാല ഒക്കെ കാണിച്ചാൽ ഒരു 10 മിനിറ്റെങ്കിലും അങ്ങനെ എക്സ്ട്രാ ചിലവാകും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മസാലപ്പൊടികൾ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഇൻഗ്രീഡിയൻസ് ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ ആ വീഡിയോ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മിക്ക ആൾക്കാരും ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ആ സെയിം മസാല തന്നെയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിരുന്നു. ഇതങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ 4 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. 2 ലെഗ് പീസ്, വേറെ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുക്കുക. അതൊക്കെ എല്ലാവരും ചെയ്യണത് തന്നെയാണ്, കറി വെക്കായാലും ഫ്രൈ ചെയ്യായാലും ഒക്കെ. അതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് മസാല തേച്ച് കൊടുക്കുക. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സാധാരണ ഒരു ഗ്രിൽ ചിക്കൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് വെറൈറ്റിയാണ്. നമ്മൾ കുറച്ച് അയമോദകമൊക്കെ ചേർത്തിട്ടുണ്ട്. കാരണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന സെയിം ഫീൽ തന്നെ കിട്ടണം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് വല്ലപ്പോഴും ഒക്കെ പുറത്ത് പോയിട്ടൊരു ഗ്രിൽ ചിക്കൻ, ഒരു ഷവർമ, അതൊക്കെ ചില കുട്ടികൾക്കെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര ബിരിയാണി വെച്ച് കൊടുത്താലും ഫ്രൈ ചെയ്ത് കൊടുത്താലും മന്തി ഉണ്ടാക്കി കൊടുത്താലും ഗ്രിൽ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം കുട്ടികൾക്ക് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ 3-4 പീസ് വലുതാക്കി കട്ട് ചെയ്ത് വാങ്ങിക്കുക. ഇതുപോലെ മസാല തേച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മൈക്രോവേവ് ഒന്നും വേണ്ട, വിറകടുപ്പിൽ വിറക് കത്തിച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ പുറത്ത് പോയിട്ട് ഒരു ഗ്രിൽ ചിക്കനൊക്കെ കഴിച്ചൊരു ഫീൽ ഉണ്ടാവും ചെയ്യും, അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം. നമ്മൾ നന്നായിട്ട് മസാല തേച്ചിട്ട് ശരിക്കും അതിൻ്റെ വരഞ്ഞ് അതിലൂടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറാണ് വെക്കുന്നത്. 5-6 മണിക്കൂറൊക്കെ വെക്കുക. ഞാൻ 3 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെച്ചത്. നന്നായിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്താലാണ് ഇതൊന്ന് സോഫ്റ്റ് ആകും, നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയം വെക്കുമ്പോൾ. നമ്മൾ ഗ്രില്ല് ചെയ്യാണ്. ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഇതാണ് ഗ്രില്ലാണ്, കാരണം എൻ്റെത് അങ്ങനെ ആ ഷേപ്പിലുള്ളതാണ്. നമ്മൾ അടുപ്പ് വട്ടത്തിലുള്ളതായതുകൊണ്ട് ആ വട്ടത്തിലുള്ള ഗ്രില്ല് തന്നെയാണ് ഞാൻ വാങ്ങിയത്. പല ഷേപ്പിലും ഇത് കിട്ടും. ഇതിപ്പോൾ കുഞ്ഞാണ്, 4-5 പീസേ വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രില്ല് ചൂടാകുമ്പോൾ ഈ ചിക്കൻ പീസിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ മസാല തേക്കുമ്പോൾ അതിലും കുറച്ച് എണ്ണ ഒഴിക്കാറുണ്ട്, സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. ഓയിൽ പരമാവധി കുറഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ചു, കാരണം ചിക്കനിലും തന്നെ അത്യാവശ്യം ഓയിലുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പിൽ ചിരട്ട കത്തിച്ചിട്ട് ആണ് കനലുണ്ടാക്കുന്നത്. ഇപ്പോൾ ചിരട്ട കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത്രയും ചെയ്യാൻ ഞാൻ 6 ചിരട്ടയാണ് ഇട്ടത്. 6 ചിരട്ടയും നന്നായിട്ട് കത്തിയിട്ട് നമ്മൾ ഗ്രില്ല് ഇതെല്ലാവർക്കും അറിയണത് തന്നെയാണ്. അതിൻ്റെ 2 സൈഡിലും എണ്ണ തേക്കണം. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ നമ്മൾ ആ അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ലോക്ക് ചെയ്ത് അങ്ങ് വെച്ച് കൊടുത്താൽ ഒരു പണിയില്ല. നമുക്ക് നമ്മളെ പണികളൊക്കെ എടുക്കാം. ആ കനലിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കാരണം തീ അങ്ങനെ ആളി കത്തണില്ലല്ലോ, കനലായിട്ടാണ് കിടക്കുന്നത്. ഒരു 6 ചിരട്ട ഞാൻ ഇട്ടിട്ടുള്ളത് ഇത്രയും ചിക്കൻ ചെയ്യാനായിട്ട്. ഞാൻ മുമ്പ് ചോറൊക്കെ വെച്ചിരുന്നത് കൊണ്ട് അടുപ്പ് നല്ല ചൂടായിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒരു 8 മാക്സിമം 10 ചിരട്ട ഉണ്ടായാൽ ചിക്കൻ വേവാൻ എളുപ്പമായിരിക്കും. ഞാൻ പുറത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റേ സൈഡിൽ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് വെച്ചപ്പം മാത്രം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഓയിലൊക്കെ ആയി കാണുള്ളൂ. അത്രയും വളരെ കുറച്ച് മതി. ഇനി ഒട്ടും ഓയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം ചിക്കനിന്ന് ഓയിൽ ഇങ്ങോട്ട് ഇറങ്ങി വരിക ചെയ്യുക നമ്മൾ ചൂടാക്കുമ്പോൾ. കുട്ടികളെ സംബന്ധിച്ച് ഇത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര കൗതുകമായിരിക്കും. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ്, നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്മെല്ല്, മാത്രമല്ല ഇപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ കുട്ടികളൊക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ ഈസിയാണ്. വിറകടുപ്പുള്ളവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു സൈഡായും തോന്നുമ്പോൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് കനൽ വേണ്ട. ഞാനതുകൊണ്ടാണ് ഒരു 6 ചിരട്ടയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. ഞാൻ ചോറും കറികളൊക്കെ വെച്ചതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടും കൂടി ഉണ്ടാവും. മാക്സിമം 10 ചിരട്ട കത്തിക്കുക. ആ കനലിൽ തന്നെ ഇത് ശരിയായി വരും. 1 മണിക്കൂർ സമയമൊക്കെ വേണ്ടി വരും. കനലാണെങ്കിൽ പോലും ചെറിയ തോതിലല്ലേ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ആക്കി
ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു സൈഡ് നന്നായിട്ട് ആവാനൊന്നും നിൽക്കണ്ട, തിരിച്ചിടാൻ. ഒന്നങ്ങടായി തുടങ്ങുമ്പോൾ മറ്റേ ഭാഗമാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്നും കൂടി ആകുമ്പോൾ വീണ്ടും ഇപ്പുറത്തേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് കനൽ നല്ല ശക്തി കൂടുതലായിരിക്കും, ചൂട് നല്ല ശക്തി ഉണ്ടാവും. പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പീഡിൽ ചെയ്ത് കൊടുക്കണ പോലെ തോന്നും, പക്ഷേ അതങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ടാണ് ചെയ്തത്. വീഡിയോയിൽ ഞാൻ ആ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്പീഡ് കൂട്ടിയതാണ്. കാര്യമായിട്ട് ഒരു റിസ്ക്കും ഇല്ല, കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മസാല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ. ചിക്കൻ നമ്മൾ എപ്പോഴെങ്കിലും വാങ്ങിക്കുമ്പോൾ ഒരു 4-5 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, കറിക്കൊക്കെ കട്ട് ചെയ്യണം, അതായാലും മതി. പക്ഷേ കുട്ടികൾക്കൊരു ഇഷ്ടം തോന്നുന്ന അങ്ങനെ വലിയ പീസൊക്കെ കാണുമ്പോഴായിരിക്കും. പിന്നെ സാധാരണ ഗ്രിൽ ചിക്കൻ അങ്ങനെ തന്നെയാണല്ലോ, വലിയ പീസിലാണല്ലോ കിട്ടുക. ഇനിയിപ്പോൾ ചെറിയ പീസായാലും മസാല തേച്ചിട്ട് ഇതുപോലെ ഒരു ഇതിൽ വെച്ചാൽ, നമ്മൾ വിറകടുപ്പിൽ അങ്ങ് വെച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഗ്രിൽ ചിക്കൻ എന്നുള്ള ആ ഒരു ആഗ്രഹം അങ്ങ് തീർന്നു കിട്ടും. പല പൊസിഷനിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം അടുപ്പിലായാലും ചില സൈഡിൽ കനൽ കൂടുതലായിരിക്കും, ചില സൈഡിൽ കനൽ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഹാൻഡിൽ ഇങ്ങനെ ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ കുറച്ച് അപ്പുറത്തേക്ക് ആക്കി വെച്ച് നോക്കി, ഇപ്പുറത്തേക്ക് ആക്കി വെച്ച് നോക്കി. ഇതിൽ ചെയ്യുമ്പോൾ അങ്ങനെ സ്പീഡിൽ ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും വെക്കണ പോലെ ഉണ്ട്. ഞാനൊരു 10 മിനിറ്റ് 20 മിനിറ്റ് കൂടുമ്പോഴാണ് കേട്ടോ ചെയ്തത്. വീഡിയോയിൽ അങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. 10-15 മിനിറ്റ് കൂടുമ്പോൾ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കനലൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്, തീ കുറഞ്ഞിട്ടുണ്ട്, കാണാമല്ലോ. ആദ്യത്തെ അത്ര നന്നായിട്ട് കനലിപ്പോൾ ഇല്ല, ചൂടില്ല. അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മളെ ജോലികളൊക്കെ ചെയ്യാം. ഇടയ്ക്കൊന്ന് വന്നിട്ട് ഒന്ന് തിരിച്ചോ മറിച്ചോ ഒക്കെ ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ പണി. ഞാനിതിൽ വൈറ്റ് സോസും മറ്റേ എന്താ പറയുക മിൻറ്റിൻ്റെ ചട്നിയും കൂടി ഉണ്ടാക്കിയിരുന്നു. ഇനി അതൊക്കെ ഒരു നമ്മുടെ ഇഷ്ടമാണ്, അതും കൂടി ആകുമ്പോൾ ഒരു നല്ല കോംബോ ആണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, പ്രത്യേകിച്ചൊരു റിസ്ക്കും ഇല്ല. ബീഫിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതിനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അവസാനം ആ ചെറിയ കനലിൽ കുറച്ചധികം സമയം കിടന്നാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഉള്ളൊക്കെ നന്നായിട്ട് വേവും ചെയ്യും. കൂടുതൽ വല്ലാതെ കത്തിച്ച് കൊടുക്കരുത് തീയ്, അപ്പോൾ പുറമൊക്കെ കരിഞ്ഞിട്ട് അകൊന്നും വേവാതെ ആയിപ്പോവും. മൈക്രോവേവിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. മൈക്രോവേവിൽ ചെയ്യണേക്കാൾ എന്തുകൊണ്ടും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യണതാണ്, കാരണം ആ സ്മോക്കി ടേസ്റ്റ് വരും. മൈക്രോവേവ് ആകുമ്പോൾ ആ സ്മോക്കി ടേസ്റ്റ് വരില്ല, ഒരുപാട് ടൈം എടുക്കും ചെയ്യും. ഇതാകുമ്പോൾ വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. മൈക്രോവേവിനേക്കാളും ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.